ഇടുക്കിയിലേക്കാണ് പോകുന്നത്. ഇടുക്കിയിൽ CPM നേതൃത്വത്തിലുള്ള തൊപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ 1.5 കോടിയിലധികം രൂപയുടെ വൻ ക്രമക്കേട് പുറത്ത്. 2021 മുതൽ 26 വരെയുള്ള കാലയളവിൽ മാത്രം 10.42 കോടി രൂപയാണ് ബാങ്കിൽ നിന്നും തട്ടിയെടുത്തത്. സംഭവത്തിൽ ബാങ്കിന്റെ മുൻ പ്രസിഡന്റും സെക്രട്ടറിയും താൽക്കാലിക ജീവനക്കാരും അടക്കം 13 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. സുബിൻ തോമസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. സുബിൻ, ഇത് വലിയൊരു തട്ടിപ്പാണ് കഴിഞ്ഞ കാലയളവിൽ ഈ ബാങ്ക് കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നത്. ഇപ്പോൾ 13 പേർക്കെതിരെ കേസെടുത്തുകൊണ്ട് പോലീസ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഏത് രീതിയിലുള്ള തട്ടിപ്പാണ് ബാങ്ക് കേന്ദ്രീകരിച്ച് നടന്നത്? എന്തായാലും വലിയ രീതിയിലുള്ള തട്ടിപ്പ്, അതായത് കരിവന്നൂർ ബാങ്കിന് സമാനമായ രീതിയിലുള്ള തട്ടിപ്പ് നടന്നു എന്നുള്ളതിന്റെ വെളിപ്പെടുത്തലുകളാണ് എന്തായാലും പുറത്തു വരുന്നത്, അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതായത് 2021-2026 കാലഘട്ടത്തിൽ മാത്രം 5 വർഷ കാലയളവിൽ മാത്രം ഏകദേശം 1.5 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് ഈ ബാങ്ക് ജീവനക്കാരും ബാങ്ക് ഭരണസമിതിയും ചേർന്ന് നടത്തിയെന്നുള്ളതാണ് കണ്ടെത്തൽ. ഈ തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിനെതിരെ നിരന്തരം ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇടുക്കി ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നുള്ള സംഘം ഈ ബാങ്കിലെത്തി പരിശോധന നടത്തുകയായിരുന്നു. ഇതിലാണ് ഈ ക്രമവിരുദ്ധമായി വായ്പ നൽകിയതുമായി ബന്ധപ്പെട്ടും അത്തരത്തിൽ ഈ നിയമങ്ങൾ കാറ്റിൽ പറത്തി വായ്പ നൽകിയുമെല്ലാം ഇത്തരത്തിൽ വായ്പകൾ നൽകിയിരുന്നത്. ഇത് പ്രകാരമാണ് ഇത്തരത്തിൽ ഈ 10 കോടി രൂപ ബാങ്കിന് നഷ്ടപ്പെട്ടത്. പ്രധാനമായും ഈ ബാങ്ക് ജീവനക്കാരും ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ചേർന്ന് പരസ്പര ജാമ്യത്തിൽ ഈ സ്വയം സഹായ സംഘങ്ങൾ SHGകൾ രൂപീകരിച്ച് 4-5 പേർ മാത്രമുള്ള സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ഇവർ തന്നെ പരസ്പരം ജാമ്യം നിന്ന് ഇത്തരത്തിൽ പണം തട്ടുകയായിരുന്നു. 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ പല സമയത്തായി ഇവർ ഇത്തരത്തിൽ പരസ്പര ജാമ്യത്തിൽ വാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് രീതിയിലുള്ള വായ്പകളും ഈ നിയമങ്ങൾ കാറ്റിൽ പറത്തി മറ്റു തരത്തിലുള്ള വായ്പകളും ഇവർ കൈപ്പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം കൈപ്പറ്റിയിട്ടുള്ളത് ഈ ബാങ്ക് ജീവനക്കാരും ബാങ്ക് ഭരണസമിതിയിലുള്ള ആളുകളുമാണ് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. ഇത്തരത്തിൽ ഈ ബാങ്ക് നിക്ഷേപകരുടെ രേഖകൾ വരെ വ്യാജമായി അവരറിയാതെ സമർപ്പിച്ചുകൊണ്ട് ഈ ബാങ്കിൽ നിന്ന് വലിയ തുകകൾ ഇവർ മാറ്റിയെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ടല്ലാത്ത പദ്ധതികൾ പോലും ഉൾപ്പെടുത്തി ഈ ബാങ്കിൽ നിന്ന് ഇത്തരത്തിൽ തുക ഇവർ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തലുണ്ടായിട്ടുള്ളത്. എന്തായാലും ഏകദേശം 30 കോടിയോളം രൂപയാണ് ബാങ്കിന് ബാധ്യതയുള്ളത്. അതായത് ഈ കേരള ബാങ്കിൽ നിന്ന് ഏകദേശം 20 കോടിയോളം രൂപ ഈ സർവീസ് സഹകരണ ബാങ്ക് നേരിട്ട് വായ്പ എടുത്തിട്ടുണ്ട്. ഒരു തവണ പോലും തിരിച്ച് അടച്ചിട്ടുമില്ല. അത്തരത്തിലൊരു ഏകദേശം 20 കോടിയോളം രൂപ വായ്പയുണ്ട്. അതുകൂടാതെയാണ് മറ്റ് വായ്പകളുള്ളത്. അങ്ങനെ അത്തരത്തിൽ 30 കോടിയിലധികം രൂപ ബാധ്യതയുള്ള ഈ ബാങ്കിന് തിരികെ ലഭിക്കാനുള്ളത് 13 കോടി രൂപ മാത്രമാണ്. ബാക്കി അധിക ബാധ്യതയായി ഈ ബാങ്കിന്റെ തലയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥർക്ക് മറ്റു തരത്തിലുള്ള അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും ഈ ബാങ്ക് സെക്രട്ടറി, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 13 പേർക്കെതിരെ, താൽക്കാലിക ജീവനക്കാരായ 8 പേർ ഉൾപ്പെടെ 13 പേർക്കെതിരെ നിലവിൽ മുരിക്കാശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വ്യക്തമാണ് കാര്യങ്ങൾ. കരിവന്നൂരിന് സമാനമായ തട്ടിപ്പാണ് ഇടുക്കിയിലും നടന്നിരിക്കുന്നത്. CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് 10 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ്, സാധാരണക്കാരന്റെ പൈസ വെട്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. 13 പേരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. സുബിൻ തോമസ് വിവരങ്ങൾ നൽകുകയായിരുന്നു.